ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വൺസ്. സോ നമ്മൾ S3 ഈസിയുടെ KTU 2024 സ്കീമിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് ആയിട്ടുള്ള അനലോഗ് സർക്യൂട്ട്സ് എന്നുള്ള ഒരു ടോപ്പിക്കാണ്. മൊഡ്യൂൾ 1 വരുന്ന ക്ലിപ്പർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എന്താണ് ക്ലിപ്പർ, അതിന്റെ ക്ലാസിഫിക്കേഷൻ കാര്യങ്ങളും അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം, എങ്ങനെ ഔട്ട്പുട്ട് വേവ് ഫോം വരയ്ക്കുക എന്നുള്ള കാര്യങ്ങളുമാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ സ്റ്റാർട്ടിങ് വിത്ത് ക്ലിപ്പർ. സോ എന്താണ് ക്ലിപ്പർ എന്ന് പറയുന്നത്? സോ ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്. ഒരു വേവ് ഷേപ്പിംഗ് സർക്യൂട്ട് ആണ്. നോൺ ലീനിയർ വേവ് ഷേപ്പിംഗ് സർക്യൂട്ട്സിന് എക്സാമ്പിൾ ആണ് ക്ലിപ്പർ എന്ന് പറയുന്നത്. ഡയോഡിന്റെ ഒരു അപ്ലിക്കേഷൻ കൂടിയാണ് ക്ലിപ്പർ എന്ന് പറയുന്നത്. സോ നമുക്കൊരു വേവ് ഫോം കൊടുത്തു കഴിഞ്ഞാൽ ആ വേവ് ഫോമിന്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ റിമൂവ് ചെയ്ത് കളഞ്ഞ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയാണെങ്കിൽ അതിന് എന്ത് പറയാം? ക്ലിപ്പിംഗ് ആക്ഷൻ എന്ന് പറയാം. സോ ഇറ്റ് റിമൂവ്സ്, clip off or removes a portion of an input signal without disturbing the remaining portion. ബാക്കി ഭാഗങ്ങൾക്കൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പർട്ടിക്കുലർ പോർഷൻ, നമ്മളൊരു വേവ് ഫോമിന്റെ പർട്ടിക്കുലർ പോർഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സർക്യൂട്ടാണ് ക്ലിപ്പർ എന്ന് പറയുന്നത്. അതിന് വേറെ പേര് വിളിക്കാറുണ്ട്, ലിമിറ്റേഴ്സ്, സ്ലൈസേഴ്സ് ഉള്ള പേരൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇത് മെയിൻലി എന്തിന്റെ ആപ്ലിക്കേഷൻ ആണ്? ഡയോഡിന്റെ ആപ്ലിക്കേഷൻ ആണ് ക്ലിപ്പർ എന്ന് പറയുന്നത്. സോ ഡയോഡും റെസിസ്റ്ററും ആണ് മെയിൻലി അതിലുള്ളത്. അപ്പൊ നമുക്ക് ഈ ഡയോഡിന്റെ പൊസിഷൻ, ഈ ഒരു സർക്യൂട്ടിൽ ഡയോഡ് എവിടെ വെക്കുന്നു അതിന്റെ പൊസിഷൻ നോക്കിയിട്ട് നമുക്ക് ഇതിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സീരീസ് ക്ലിപ്പറും ഉണ്ട്, ഷണ്ട് ക്ലിപ്പറും ഉണ്ട്. സീരീസ് ക്ലിപ്പറും ഉണ്ട്, ഷണ്ട് ക്ലിപ്പറും ഉണ്ട്. സോ സീരീസ് ക്ലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡ് സീരീസ് പാത്തിലായിരിക്കും. ഷണ്ട് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ ഡയോഡ് ഔട്ട്പുട്ടിന് ഷണ്ട് ആയിരിക്കും, ഔട്ട്പുട്ടിന് പാരലൽ ആയിട്ടായിരിക്കും കണക്ട് ചെയ്യാം. ഇനി സീരീസ് ക്ലിപ്പറിൽ തന്നെ നമ്മളൊരു വേവ് ഫോമിന്റെ ഏത് പോർഷൻ ആണ് കട്ട് ചെയ്ത് കളയുന്നത്, ക്ലിപ്പ് ചെയ്യുന്നതിനനുസരിച്ച് പോസിറ്റീവ് ക്ലിപ്പർ വരുന്നുണ്ട്, നെഗറ്റീവ് ക്ലിപ്പർ വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേണമെങ്കിൽ വോൾട്ടേജ് സോഴ്സ് എക്സ്ട്രാ വെക്കാം ഡയോഡിന്റെ കൂടെ. സോ ബയാസ്ഡ് ക്ലിപ്പർ വരുന്നുണ്ട്. സോ പല രീതിയിൽ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. സോ സിമ്പിൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡിന്റെ പൊസിഷൻ നോക്കിയിട്ട് സീരീസ് പാത്തിലാണോ ഷണ്ട് പാത്തിലാണോ ഡയോഡ് എന്ന് നോക്കിയിട്ട് സീരീസ് ക്ലിപ്പർ, ഷണ്ട് ക്ലിപ്പർ. ഇനി സീരീസ് ക്ലിപ്പറിൽ തന്നെ നമ്മൾ ഒരു വേവ് ഫോമിന്റെ പോസിറ്റീവ് സൈഡാണ് ക്ലിപ്പ് ചെയ്ത് കളയുന്നതെങ്കിൽ ഇറ്റ് ഈസ് സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ. ഇനി സീരീസ് ക്ലിപ്പറിൽ തന്നെ നമ്മളൊരു വേവ് ഫോമിന്റെ ഇൻപുട്ട് വേവ് ഫോമിന്റെ നെഗറ്റീവ് സൈഡാണ് ക്ലിപ്പ് ചെയ്ത് കളയുന്നതെങ്കിൽ സീരീസ് നെഗറ്റീവ് ക്ലിപ്പർ. ഇനി സീരീസ് പോസിറ്റീവിലും സീരീസ് നെഗറ്റീവിലും നമ്മളൊരു എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സ് വെക്കുന്നുണ്ടെങ്കിൽ സീരീസ് പോസിറ്റീവ് വിത്ത് ബയാസിങ്, അതുപോലെ തന്നെ സീരീസ് നെഗറ്റീവ് വിത്ത് ബയാസിങ്. ഇപ്പൊ ബയാസിങ്ങിൽ നമുക്ക് പോസിറ്റീവ് ബയാസ് വെക്കാം, നെഗറ്റീവ് ബയാസ് വെക്കാം, അങ്ങനെ പല കോമ്പിനേഷനും വരാം. ഓക്കെ. ഇനി ഷണ്ട് ക്ലിപ്പറിൽ തന്നെ ഇതുപോലെ പോസിറ്റീവ് സൈഡാണ് ക്ലിപ്പ് ചെയ്ത് കളയുന്നതെങ്കിൽ ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ. ഷണ്ട് ക്ലിപ്പറിൽ തന്നെ നെഗറ്റീവ് ആണ് ക്ലിപ്പ് ചെയ്ത് കളയുന്നതെങ്കിൽ ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പർ. ഈ ഷണ്ട് പോസിറ്റീവിലും ഷണ്ട് നെഗറ്റീവിലും നമ്മൾ എക്സ്ട്രാ വോൾട്ടേജ് സോഴ്സ്, DC സോഴ്സ് വെക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ഷണ്ട് പോസിറ്റീവ് വിത്ത് ബയാസിങ്ങും ഷണ്ട് നെഗറ്റീവ് വിത്ത് ബയാസിങ്ങും. അതിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ബയാസിങ് പൊളാരിറ്റി നോക്കിയിട്ട് പോസിറ്റീവ് ബയാസ്ഡ്, നെഗറ്റീവ് ബയാസ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് ക്ലിപ്പറിന്റെ ഒരു ഓവറോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്തിനെ കുറിച്ച് നോക്കാം? പോസിറ്റീവ് ക്ലിപ്പറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പോസിറ്റീവ് ക്ലിപ്പർ, അപ്പൊ ആ പേരിൽ തന്നെ ഉണ്ട്, ക്ലിപ്പർ ആണ്. പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് ഫോമിന്റെ, ഇൻപുട്ട് വേവ് ഫോമിന്റെ പോസിറ്റീവ് സൈഡ് ആണ് ക്ലിപ്പ് ചെയ്യുക. ഇൻപുട്ട് വേവ് ഫോമിന്റെ പോസിറ്റീവ് സൈഡ്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഇൻപുട്ട് വേവ് ഫോം ഉണ്ടല്ലോ, ഇൻപുട്ട് വേവ് ഫോം ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം. അതിന്റെ പോസിറ്റീവ് സൈഡ് ക്ലിപ്പ് ചെയ്യുന്നു. പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിൽ പോസിറ്റീവ് ഉണ്ട്, പക്ഷെ ഔട്ട്പുട്ട് എത്തിയപ്പോഴത്തേക്ക് ആ പോസിറ്റീവ് ക്ലിപ്പായി പോയി. നെഗറ്റീവിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? നെഗറ്റീവ് നമുക്ക് ഔട്ട്പുട്ടിൽ അതുപോലെ കിട്ടുന്നു. സോ വേവ് ഫോമിന്റെ, ഇൻപുട്ട് വേവ് ഫോമിന്റെ പോസിറ്റീവ് സൈഡ് ആണ് ക്ലിപ്പ് ചെയ്ത് കളയുന്നതെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് ക്ലിപ്പർ. സോ ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു റിമൂവ് ഓർ ക്ലിപ്പ് ദി പോസിറ്റീവ് പോർഷൻ ഓഫ് ആൻ ആൾട്ടർനേറ്റിംഗ് വേവ് ഫോം. പോസിറ്റീവ് പോർഷൻ ആണ് നമ്മൾ അതിൽ ക്ലിപ്പ് ചെയ്ത് കളയുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാം. പോസിറ്റീവ് ക്ലിപ്പറിൽ പോസിറ്റീവ് സൈഡ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ക്ലിപ്പ് ചെയ്ത് കളയുക. അപ്പൊ നമ്മൾ ഇതിൽ എടുക്കുന്ന ഡയോഡൊക്കെ നമ്മൾ ഐഡിയൽ ഡയോഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കറക്റ്റ് സീറോയിലാണ് ഇതിന്റെ ക്ലിപ്പിംഗ് ആക്ഷൻ വരുന്നത്. പ്രാക്ടിക്കൽ ഡയോഡ് ആകുമ്പോൾ ആ ഒരു സിലിക്കൺ ആകുമ്പോൾ ഒരു 0.7 വോൾട്ടിന്റെ ഒക്കെ ഫാക്ടറും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മളിവിടെ ഐഡിയൽ ഡയോഡ് കേസാണ്. സോ കംപ്ലീറ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ക്ലിപ്പ് ആയി പോയി, നെഗറ്റീവ് അതുപോലെ കിട്ടി. ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് ക്ലിപ്പർ. ഓക്കെ. ഇനി ഈ പോസിറ്റീവ് ക്ലിപ്പറിൽ തന്നെ നമ്മുടെ ഡയോഡ് സീരീസ് പാത്തിൽ വെക്കാം, ഷണ്ട് പാത്തിൽ വെക്കാം.
ഡയോഡ് എവിടെയൊക്കെ വെക്കാം? സീരീസ് പാത്തിൽ വെക്കാം, ഷണ്ട് പാത്തിൽ വെക്കാം. അപ്പൊ ഡയോഡിന്റെ പൊസിഷൻ സീരീസ് പാത്തിലാണെങ്കിൽ സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറയാം. ഡയോഡിന്റെ പൊസിഷൻ സീരീസ് പാത്തിലാണെങ്കിൽ ഇതാണ് സീരീസ് പാത്ത്. ഇപ്പൊ ഡയോഡിന്റെ പൊസിഷൻ സീരീസ് പാത്തിലാണെങ്കിൽ സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ എന്ന് പറയാം. ഓക്കെ, സോ ഒരു സീരീസ് പോസിറ്റീവ് ക്ലിപ്പറിന്റെ സർക്യൂട്ട് ഡയഗ്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ നോക്കുക, നിങ്ങൾക്ക് ഡയോഡ് സീരീസ് പാത്തിൽ കാണാം. ഇതാണ് നമ്മുടെ റെസിസ്റ്റർ. സോ ഈ ഒരു R എന്നാണ് അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ. അതിന് അക്രോസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഔട്ട്പുട്ട് എടുക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. സോ ഇതിലേക്ക് ഞാനൊരു ഇൻപുട്ട് അപ്ലൈ ചെയ്യാണ്. സോ ഒരു സൈൻ വേവ് ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്ന ഇൻപുട്ട്. ആ ഇൻപുട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ഈ ഒരു ഇൻപുട്ടിന് പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്. അപ്പൊ ഇതിൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമ്മൾ എടുക്കുമ്പോൾ, സോ ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് ഞാൻ ഇവിടെ എടുക്കുന്നത് വിചാരിക്കുക. ഇൻപുട്ട് വേവ് ഫോമിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഞാൻ ഇവിടെ എടുക്കുമ്പോൾ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഡയോഡ് എന്ത് ബയാസ് ആയിരിക്കും? ഈ ഡയോഡ് റിവേഴ്സ് ബയസ് ആയിരിക്കും. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഡയോഡ് റിവേഴ്സ് ബയസ് ആയിരിക്കും. സോ ഡയോഡ് റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഓപ്പൺ സർക്യൂട്ട് വെക്കാം. ഓപ്പൺ സർക്യൂട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ലൂപ്പിൽ കറന്റ് ഫ്ലോ ഒന്നും ഉണ്ടാവില്ല. കറന്റ് 0 ആയിരിക്കും. കറന്റ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഔട്ട്പുട്ട് 0 ആയിരിക്കും. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിള് റിവേഴ്സ് ബയസ് ചെയ്യാണ് ഡയോഡ് ചെയ്യുന്നത്. സോ ഓപ്പൺ സർക്യൂട്ട് അല്ലെങ്കിൽ ഓപ്പൺ സ്വിച്ച് ആയിട്ട് അത് ആക്ട് ചെയ്യും. സോ ദർ ഇസ് നോ ഔട്ട്പുട്ട് വോൾട്ടേജ്. നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് ഒന്നും തന്നെ കിട്ടുന്നില്ല. കാരണം ഡയോഡ് റിവേഴ്സ് ബയസ് ആണ്, ഓപ്പൺ സർക്യൂട്ട് ആണ്, ലൂപ്പിൽ കറണ്ട് ഇല്ല, ഔട്ട്പുട്ട് 0 ആണ്. പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ ഔട്ട്പുട്ടിൽ ക്ലിപ്പ് ചെയ്ത് കളയുന്നു. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുക. ഡ്യൂറിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുക? നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഡയോഡ് ഏത് ബയാസ് ആയിരിക്കും? ഡയോഡ് ഫോർവേഡ് ബയസ് ആയിരിക്കും. ഡയോഡ് ഫോർവേഡ് ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം? ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ലൂപ്പിൽ കറന്റ് ഫ്ലോ ഉണ്ടാവും. സോ ഫോർവേഡ് ബയസ് ആണ്, ഷോർട്ട് ആണ്, കറന്റ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻപുട്ട് അതുപോലെ തന്നെ ഔട്ട്പുട്ടിൽ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് അതുപോലെ ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പൊ പോസിറ്റീവ് ക്ലിപ്പായി, നെഗറ്റീവ് നമുക്ക് അതുപോലെ ഔട്ട്പുട്ടിൽ കിട്ടി. സോ ഡ്യൂറിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഫോർവേഡ് ബയസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അതൊരു സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. സോ ഇൻപുട്ട് അതുപോലെ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് വരും. സോ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഔട്ട്പുട്ടിൽ കിട്ടി. അപ്പൊ നിങ്ങൾക്ക് ഏതാ അവിടെ ക്ലിപ്പായി പോയത്? പോസിറ്റീവ് സൈഡല്ലേ ക്ലിപ്പായി പോയത്. സോ പോസിറ്റീവ് ക്ലിപ്പർ. സീരീസ് ആയിട്ടല്ലേ ഡയോഡ് കണക്ട് ചെയ്തത്. സോ ദിസ് ഈസ് സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ. ഇനി നമ്മൾ ഐഡിയൽ ഡയോഡിന്റെ കേസാന്ന് പറഞ്ഞു. പ്രാക്ടിക്കൽ ഡയോഡ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു 0.7 വോൾട്ടിന്റെ ഒരു ഫാക്ടറും കൂടെ കൺസിഡർ ചെയ്യണം. നമ്മൾ സിലിക്കൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പ്ലസ് 0.7 വോൾട്ടേജും കൂടെ നമ്മൾ ഇവിടെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതും കൂടെ കൺസിഡർ ചെയ്യണം പ്രാക്ടിക്കൽ ഡയോഡ് ആണെങ്കിൽ. ഓക്കെ, ഇനി ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ. ഇപ്പൊ നമ്മൾ സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ ആണ് പറഞ്ഞത്. ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പറിൽ എന്താ വ്യത്യാസം? ഈ ഡയോഡും റെസിസ്റ്ററും ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യുക. ഷണ്ട് പാത്തിലായിരിക്കും എന്ത് വരിക? ഡയോഡ് വരിക. ഡയോഡ് എവിടെയാണ് വരിക? ഷണ്ട് പാത്തിലായിരിക്കും. സോ ഡയോഡ് ഷണ്ട് പാത്തിലായിരിക്കും വരിക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ, ഇതാണ് നമ്മുടെ ഇൻപുട്ട്. സോ ഇൻപുട്ടിന് പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്. സോ ദിസ് ഈസ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, ദിസ് ഈസ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ. അപ്പൊ ഈ ഒരു ഷണ്ട് ക്ലിപ്പറിലേക്ക് ഞാനൊരു ഇൻപുട്ട് വേവ് ഫോം അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. ഷണ്ട് ക്ലിപ്പറിലേക്ക് ഇൻപുട്ട് വേവ് ഫോം അപ്ലൈ ചെയ്തു. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുക? ഡ്യൂറിങ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഈ ഡയോഡ് എന്താവും? ഡയോഡ് ഫോർവേഡ് ബയസ് ആവും. സോ ഡയോഡ് ഫോർവേഡ് ബയസ് ആവും എന്ന് പറഞ്ഞാൽ ഇത് ഷോർട്ട് ആവും. ഷോർട്ട് ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എന്താവും? 0 ആവും. ഔട്ട്പുട്ട് 0 ആവും. അപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡ് ഷോർട്ട് ആവും, ഔട്ട്പുട്ട് 0 ആവും. ഓക്കെ, സോ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡ് ഫോർവേഡ് ബയസ് ആണ്, സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും, ഔട്ട്പുട്ട് ഉണ്ടാവില്ല, നോ ഔട്ട്പുട്ട്. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഡയോഡ് ഏത് ബയാസ് ആവും? റിവേഴ്സ് ബയസ് ആവും. റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് ആവും. സോ ദിസ് ഈസ് ഓപ്പൺ സർക്യൂട്ട്. ഓപ്പൺ സർക്യൂട്ട് ആയാൽ എന്താണോ ഇൻപുട്ട് കൊടുത്തത് അത് നേരെ ഔട്ട്പുട്ടിലേക്ക് പോകും. ഇൻപുട്ട് എന്താണോ അത് നേരെ ഔട്ട്പുട്ടിലേക്ക് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എവിടെ കിട്ടും? ഔട്ട്പുട്ടിൽ കിട്ടും. സോ ഡ്യൂറിങ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡ് റിവേഴ്സ് ബയസ് ആണ്.
സോ ഓപ്പൺ സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യും. അതുകൊണ്ട് ഇൻപുട്ടിൽ കൊടുത്തിട്ടുള്ള വേവ് ഫോം നേരെ ഔട്ട്പുട്ടിലേക്ക് പോവും. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് എവിടെ കിട്ടും? ഔട്ട്പുട്ടിൽ കിട്ടും. സോ പോസിറ്റീവിനെ ക്ലിപ്പ് ചെയ്ത് കളഞ്ഞു, നെഗറ്റീവ് ഔട്ട്പുട്ട് കിട്ടി. സോ ദിസ് ഈസ് പോസിറ്റീവ് ക്ലിപ്പർ. ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്നത് ഷണ്ട് പാത്തിലാണ്, അതുകൊണ്ട് ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ. ഇവിടെയും നമുക്ക് ഐഡിയൽ ഡയോഡിന് പകരം പ്രാക്ടിക്കൽ ഡയോഡ് ആണെങ്കിൽ നമുക്ക് ആ +0.7 കൂടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ നമ്മൾ പോസിറ്റീവ് ക്ലിപ്പർ നോക്കി, അതിൽ സീരീസ് പാത്തിൽ ഡയോഡ് വരുന്ന കേസ് സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ, ഷണ്ട് പാത്തിൽ ഡയോഡ് വരുന്ന കേസ് ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ നമ്മൾ നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് നെഗറ്റീവ് ക്ലിപ്പർ ആണ്. അപ്പൊ എന്താ നെഗറ്റീവ് ക്ലിപ്പർ? അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, നെഗറ്റീവ് സൈഡ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലിപ്പ് ചെയ്ത് കളയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം എന്ന് വിചാരിക്കുക. ഈ ഇൻപുട്ട് വേവ് ഫോമിന്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ക്ലിപ്പ് ചെയ്ത് കളയുക. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ക്ലിപ്പ് ചെയ്ത് കളയും. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് എവിടെ കിട്ടും? ഔട്ട്പുട്ടിൽ കിട്ടും. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അതാണ് നെഗറ്റീവ് ക്ലിപ്പർ. സോ നെഗറ്റീവ് ക്ലിപ്പർ റിമൂവ്സ് ദ നെഗറ്റീവ് പോർഷൻ ഓഫ് എ സിഗ്നൽ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആയിരിക്കും ഔട്ട്പുട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. ഓക്കെ, ഇനി ഈ നെഗറ്റീവ് ക്ലിപ്പറിൽ തന്നെ സീരീസ് നെഗറ്റീവ് ക്ലിപ്പർ ഉണ്ട്, ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പർ ഉണ്ട്. ഓക്കെ, ഇതെല്ലാം നമ്മൾ അൺബയാസ്ഡ് കേസാണ് പറയുന്നത് കേട്ടോ. ഇതിൽ ബയാസ്ഡ് കേസ് വരാം. സോ സീരീസ് നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡ് ഏത് പാത്തിലായിരിക്കും? സീരീസ് പാത്തിലായിരിക്കും. ഡയോഡ് ഏത് പാത്തിലായിരിക്കും? സീരീസ് പാത്തിലായിരിക്കും കണക്ട് ചെയ്യുക. ഈ R അക്രോസ് ആണ്, ഈ റെസിസ്റ്റൻസിന് അക്രോസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? ഔട്ട്പുട്ട് എടുക്കുക. ഇവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും? ഇൻപുട്ട് അപ്ലൈ ചെയ്യും. ഓക്കെ, ഇനി ഇൻപുട്ടിന് പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്. സോ ഞാനൊരു ഇൻപുട്ട് വേവ് ഫോം കൺസിഡർ ചെയ്യാണ്. സോ ഇതാണ് എൻ്റെ ഒരു ഇൻപുട്ട് വേവ് ഫോം. സോ ഇൻപുട്ട് വേവ് ഫോമിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളില് ഡയോഡ് ഏത് ബയാസ് ആവും? സോ ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ദി ഇൻപുട്ടിന്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഡയോഡ് ഏത് ബയാസ് ആവും? ഫോർവേഡ് ബയസ് ആവും. ഫോർവേഡ് ബയസ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ആവും. സോ ഷോർട്ട് ആയി കഴിഞ്ഞാൽ ഈ ലൂപ്പിൽ കറന്റ് ഫ്ലോ ഉണ്ടാവും. സോ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. ഇപ്പൊ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. സോ പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നമുക്ക് എന്ത് കിട്ടും? ഔട്ട്പുട്ട് കിട്ടും. സോ ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡ് ഫോർവേഡ് ബയസ് ചെയ്യും, ക്ലോസ് സ്വിച്ച് ആവും. സോ ഔട്ട്പുട്ട് നമുക്ക് ഇൻപുട്ട് നേരെ ഔട്ട്പുട്ടിലേക്ക് വരും. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എടുക്കുക. സോ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുക? നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഡയോഡ് എന്ത് ബയസ് ആയിരിക്കും? ഡയോഡ് റിവേഴ്സ് ബയസ് ആയിരിക്കും. റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ലൂപ്പിൽ കറന്റ് ഫ്ലോ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ റിവേഴ്സ് ബയസിൽ ഔട്ട്പുട്ട് ഇല്ല, ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്തായി? ക്ലിപ്പായി പോയി. സോ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഡ്യൂറിംഗ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ റിവേഴ്സ് ബയസ് ആയിരിക്കും, ഡയോഡ് ഓപ്പൺ സ്വിച്ച് ആയിരിക്കും. സോ ദർ ഇസ് നോ ഔട്ട്പുട്ട്, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നില്ല, നെഗറ്റീവ് ക്ലിപ്പായി പോയി. സോ ദ നെഗറ്റീവ് ക്ലിപ്പർ അല്ലേ? നെഗറ്റീവ് അല്ലേ ക്ലിപ്പായി പോകുന്നത്? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അല്ലേ ക്ലിപ്പായി പോകുന്നത്? നെഗറ്റീവ് ക്ലിപ്പർ ആണ്. ഡയോഡിന്റെ പൊസിഷൻ നിങ്ങൾ നോക്കുക, സീരീസ് പാത്തിലല്ലേ? സോ ദിസ് ഈസ് സീരീസ് നെഗറ്റീവ് ക്ലിപ്പർ. ഇതെന്താണ്? സീരീസ് നെഗറ്റീവ് ക്ലിപ്പർ ആണ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് ഡയോഡിന്റെ പൊസിഷൻ വേണമെങ്കിൽ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പർ കിട്ടും. സോ ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പർ. സോ നെഗറ്റീവ് ക്ലിപ്പർ ആണ്. ഡയോഡിന്റെ പൊസിഷൻ എന്തായിരിക്കും? ഷണ്ട് പാത്തിലായിരിക്കും. സോ ഔട്ട്പുട്ടിന് പാരലൽ ആയിട്ടാണ് എന്ത് കണക്ട് ചെയ്യുക? നമ്മുടെ ഡയോഡ് കണക്ട് ചെയ്യുക. അപ്പൊ നമുക്കൊരു ഇൻപുട്ട് വേവ് ഫോം ഇതിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോം. അതിന് പോസിറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്. അപ്പൊ ഇതിലേക്ക് ഒരു ഇൻപുട്ട് വേവ് ഫോം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്താ സംഭവിക്കുക? നമ്മളിവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൊടുത്താൽ ഈ ഡയോഡ് ഏത് ബയാസ് ആയിരിക്കും? ഈ ഡയോഡ് റിവേഴ്സ് ബയസ് ആയിരിക്കും. സോ റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ഓപ്പൺ സർക്യൂട്ട്. ഇതെന്തായിരിക്കും? ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. അപ്പൊ ഓപ്പൺ സർക്യൂട്ട് ആയി കഴിഞ്ഞാൽ ഇൻപുട്ട് കൊടുക്കുന്നത് നേരെ എവിടെ വരും? ഔട്ട്പുട്ടിൽ വരും. ഇൻപുട്ട് കൊടുക്കുന്നത് നേരെ ഔട്ട്പുട്ടിൽ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ നമുക്ക് എവിടെ കിട്ടും? ഔട്ട്പുട്ടിൽ കിട്ടും. സോ ഡ്യൂറിംഗ് ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡ് റിവേഴ്സ് ബയസ് ആയിരിക്കും, ഡയോഡ് ഓപ്പൺ ആയിരിക്കും, ഇൻപുട്ട് ഏതിന് അക്രോസ് വരും? ഔട്ട്പുട്ടിന് അക്രോസ് വരും. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഡ്യൂറിംഗ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഈ ഡയോഡ് ഏത് ബയാസ് ആയിരിക്കും? ഫോർവേഡ് ബയസ് ആയിരിക്കും. നമുക്കതിനെ റീപ്ലേസ് ചെയ്ത് എന്ത് ചെയ്യാം? ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം. ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പാരലൽ ഔട്ട്പുട്ട് വരും. ഷോർട്ട് ആണ്, ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ
ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഡ്യൂറിംഗ് ദ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഡയോഡ് ഫോർവേഡ് ബയസ് ആണ്, ആക്ട് ആസ് ക്ലോസ്ഡ് സ്വിച്ച്, സോ ദർ ഇസ് നോ ഔട്ട്പുട്ട്. നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാവില്ല. ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ കട്ട് ചെയ്ത് കളയുന്നു നെഗറ്റീവ് ക്ലിപ്പർ. ഡയോഡിന്റെ പൊസിഷൻ ഷണ്ട് പാത്തിലാണ്. സോ ഷണ്ട് നെഗറ്റീവ് ക്ലിപ്പർ. ഓക്കെ, സോ അങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത്. അപ്പൊ നമ്മൾ പോസിറ്റീവ് ക്ലിപ്പറും നെഗറ്റീവ് ക്ലിപ്പറും നോക്കി, അതിൽ തന്നെ ഡയോഡിന്റെ പൊസിഷൻ നോക്കിയിട്ട് സീരീസ് പോസിറ്റീവ് ക്ലിപ്പർ, ഷണ്ട് പോസിറ്റീവ് ക്ലിപ്പർ, അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, ഇൻപുട്ട് ഔട്ട്പുട്ട് വേവ് ഫോം കാര്യങ്ങളൊക്കെ നോക്കി. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് അൺബയാസ്ഡ് ക്ലിപ്പറിന്റെ കേസാണ്. ഇനി ഇതിലേക്ക് വോൾട്ടേജ് സോഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ബയാസ്ഡ് ക്ലിപ്പർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. വേറെ ടോപ്പിക്കായിട്ട് അടുത്ത സെഷനിൽ കാണാം. താങ്ക്